സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് കൃഷി സമ്മാൻ നിധി എന്ന പേരിൽ 16 ഗഡുക്കളായിട്ട് 32,000 രൂപ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾക്ക് ഈ കേരളത്തിൽ കേരളത്തില് മാത്രം അതിന് എത്ര ലക്ഷം ഒരു हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद ഞാനൊരു കണക്ക് പറയാം. 62 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. മാസം 1,200 വെച്ച്. ഒരു മാസം 1,200, 2 മാസം 3,200, 4 മാസമാകുമ്പോൾ 6,400. 4 മാസം കൊണ്ട് ഈ കണക്ക് തീർന്നു സാമൂഹ്യ പെൻഷൻ. അതാണ് നിങ്ങൾ ഒരു വർഷം കൊണ്ട് വളരെ ചുരുങ്ങിയ കർഷകർക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നത്. ചുരുങ്ങിയതല്ല, 1 കോടിയോളം കർഷകർക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലല്ലേ? 1 കോടി ഇന്ത്യയിലല്ലേ? കേരളത്തിൽ 1 കോടി കർഷകരില്ല. ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ കർഷകരാണെങ്കിൽ സാർ 1 കോടി ഇന്ത്യയിലെ കർഷകരാണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ അതിന്റെ കണക്ക് എത്രയാണെന്ന് താങ്കൾ തന്നെ പറയൂ. നമ്മൾ സാധാരണ പെൻഷൻ വാങ്ങുന്നത് കേന്ദ്രത്തിന് വിഹിതം കിട്ടുന്നത് കേവലം 6 ലക്ഷം ആളുകൾക്കാണ്. ആ 6 ലക്ഷം ആളുകൾക്ക് 6,000 രൂപ ഒരു വർഷം കൊടുത്ത കണക്കാണോ മോദി സർക്കാരിന്റെ വലിയ നേട്ടം? പക്ഷെ എന്നെ നേരിട്ടുള്ള ചോദ്യം ഇതായിരുന്നു, എന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം? പട്ടിണിയിൽ നമ്മുടെ ഇൻഡെക്സ് 55 110 താഴോട്ട് പോയേ. ജനാധിപത്യത്തിന്റെ ഇൻഡെക്സ് നമ്മൾ 161 പോയേ. മീഡിയ ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ 131 പോയേ. അപ്പോൾ എവിടെയാണ് സാർ? പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ. ആർക്കാണ് കിട്ടുന്നത്? ഈ രാജ്യത്തിലെ യുവാക്കൾക്കല്ലേ കിട്ടുന്നത്?